കഴിഞ്ഞ ദിവസം നമ്മുടെ മുൻപിലേക്ക് വന്നൊരു വാർത്തയായിരുന്നു എലത്തൂരിലെ ഒരു കൊലപാതക വാർത്ത. ഓർമ്മയുണ്ടാകും. ഒരു പെൺകുട്ടിയെ നമുക്ക് ഒരുമിച്ച് ആത്മഹത്യ ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ട് യുവാവ് വിളിച്ചു വരുത്തുകയും ഒടുവിൽ ആ പെൺകുട്ടിയെ കൊലപ്പെടുത്തുകയും ക്രൂരമായി ലൈംഗികമായി ഉപദ്രവിക്കുകയും ചെയ്ത വാർത്ത നമ്മുടെ മുൻപിലുണ്ടായിരുന്നു. ആ സംഭവത്തിൽ യുവതിയുടെ മൃതദേഹം കാറിൽ കയറ്റുന്ന CCTV ദൃശ്യങ്ങളടക്കം ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നു എന്നാണ് ഇപ്പോൾ ഏറ്റവും പുതിയ വിവരം. പ്രതി വൈശാഖന്റെ ഭാര്യ ഓട്ടോയിൽ വന്നിറങ്ങുന്നതും നമുക്ക് ആ ദൃശ്യത്തിൽ കാണാം. പ്രതി ഭാര്യയെ തെറ്റിദ്ധരിപ്പിച്ചാണ് ഈ സംഭവ സ്ഥലത്തേക്ക് കൊണ്ടുവന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ചേതൻ ചേരുകയാണ് കോഴിക്കോട് നിന്ന് വാർത്തയുടെ വിവരങ്ങൾ പങ്കുവയ്ക്കാനായി. ചേതൻ, ഗുഡ് മോർണിംഗ്. ഏതായാലും എലത്തൂർ കൊലപാതകത്തിൽ ഇപ്പോൾ കൂടുതൽ ദൃശ്യങ്ങളൊക്കെ പുറത്തേക്ക് വന്നിരിക്കുകയാണ്. ആ ദൃശ്യങ്ങളിൽ കാണുന്നത് എന്താണ് ചേതൻ? മനു, കഴിഞ്ഞ ശനിയാഴ്ചയാണ് ഈ സംഭവം നടക്കുന്നത്. അതായത് ഈ പ്രതിയായ വൈശാഖൻ ഇദ്ദേഹത്തിൻ്റെ പെൺസുഹൃത്തായ യുവതിയെ തൻ്റെ കടയിലേക്ക് വിളിച്ചു വരുത്തുകയും തങ്ങളുടെ ബന്ധം, ഇവർ തമ്മിൽ വർഷങ്ങളായി ബന്ധമുണ്ടായിരുന്നു, തങ്ങളുടെ ബന്ധം ഭാര്യ അറിയാൻ അറിഞ്ഞു തൻ്റെ കുടുംബ ബന്ധം തന്നെ ഇപ്പോൾ ഇല്ലാതെയാവുന്ന അവസ്ഥയിലാണ് എന്ന് ഈ യുവതിയെ തെറ്റിദ്ധരിപ്പിച്ചാണ് നമുക്ക് ഒരുമിച്ച് ജീവിക്കാൻ സാധിച്ചെങ്കിൽ ഒരുമിച്ച് മരിക്കാമെന്ന് ആ യുവതിയെ പറഞ്ഞ് വിശ്വസിപ്പിക്കുകയും ഇയാൾക്ക് എലത്തൂരിൽ മാളിക്കടവിൽ സ്വന്തമായി ഒരു ചെറുകിട വ്യവസായശാല ഉണ്ട്, അങ്ങോട്ടേക്ക് ആ കടയിലേക്ക് വിളിച്ചു വരുത്തുകയും ആ കടയുടെ ഉള്ളിൽ കയറി ഷട്ടർ ഇടുകയും ഈ ജ്യൂസിൽ ഉറക്ക ഗുളിക കലക്കി നൽകുകയാണ് ആദ്യം ചെയ്തത്. ഈ ജ്യൂസ് കുടിച്ച ഉടനെ തന്നെ ആ യുവതി പാതി അബോധാവസ്ഥയിലേക്ക് മാറുകയും ചെയ്തു. പിന്നീട് ഇയാൾ കെട്ടിയ കുരുക്ക് ഈ സ്ത്രീയുടെ കഴുത്തിൽ ഇടുകയും ആ സ്ത്രീയോട് ആത്മഹത്യ ചെയ്യാൻ കെട്ടിത്തൂങ്ങാൻ വേണ്ടി ആവശ്യപ്പെടുകയും ചെയ്യുകയുമായിരുന്നു. ഈ കഴുത്തിൽ കെട്ടിയ ഉടനെ തന്നെ ഇയാൾ എന്ത് ചെയ്തെന്ന് പറഞ്ഞാൽ ആ സ്റ്റൂള് ചവിട്ടുകയായിരുന്നു. അങ്ങനെ ഈ യുവതി തൽക്ഷണം മരിക്കുകയായിരുന്നു. അതായത് ആത്മഹത്യ എന്ന് വിശ്വസിപ്പിച്ച് അതൊരു ക്രൂരമായ കൊലപാതകം തന്നെയാണ് പ്രതി ചെയ്തത്. ഉടനെ തന്നെ ഈ വൈശാഖൻ ചെയ്തത് അതാണ് ആ CCTV ദൃശ്യങ്ങളിൽ പുറത്തു വന്നത്. വൈശാഖൻ ചേർന്ന്, അതായത് ഈ മരിച്ച സ്ത്രീ ഈ പ്രതിയായ വൈശാഖൻ്റെ ഭാര്യ സഹോദരിയാണ്. ഈ ഭാര്യയെ വിളിക്കുകയും ഭാര്യയുടെ സഹോദരി തൻ്റെ കടയിൽ ആത്മഹത്യ ചെയ്തു താൻ കണ്ടു എന്ന് പറഞ്ഞ് വിശ്വസിപ്പിക്കുകയും ഈ ഭാര്യ ഇങ്ങോട്ടേക്ക് വിളിച്ചു വരുത്തുകയും ഭാര്യ ഓട്ടോയിൽ വന്നിറങ്ങുന്ന ദൃശ്യങ്ങളാണ് ഈ CCTV ദൃശ്യത്തിൽ ഉള്ളത്. പിന്നീട് ഈ യുവതിയെ ഈ ഭാര്യയും പ്രതി വൈശാഖനും ചേർന്ന് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നു. ഇതാണ് ആ CCTV. അതായത് അതിബുദ്ധി പ്രയോഗിച്ചതാണല്ലേ വൈശാഖൻ? തനിക്കിതിലൊന്നും ഒരു പങ്കില്ല എന്ന് ഭാര്യയെ കൂടി ബോധ്യപ്പെടുത്താൻ വേണ്ടി അയാൾ ആ സംഭവ സ്ഥലത്തേക്ക് ഭാര്യയെ വിളിച്ചു വരുന്നു അല്ലേ? അതെ, അങ്ങനെ തന്നെയാണ്. ഇയാളൊരു അതിബുദ്ധി ചെയ്താണ്. പക്ഷേ ഇയാൾ ഈ യുവതിയും ഭാര്യയും ചേർന്ന് ഈ യുവതിയെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന വഴി ഇയാളൊരു മണ്ടത്തരം ചെയ്തു. അതായത് അവിടെ ഒരു CCTV ഉണ്ടായിരുന്നു, പക്ഷെ അത് ഇയാളുടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നില്ല. കടയിൽ CCTV ഉള്ള കാര്യം ഇയാൾ വിചാരിച്ചത്, അതായത് കൃത്യം നിർവഹിച്ച് ഈ യുവതിയെ ആശുപത്രിയിലാക്കുന്ന സമയത്ത് വന്ന് ഈ CCTVയിലെ ഹാർഡ് ഡിസ്കുകൾ റിമൂവ് ചെയ്യാമെന്നാണ് ഇയാൾ പദ്ധതി ഇട്ടിരുന്നത്. എന്നാൽ ഇത് പൊളിയുകയായിരുന്നു. അതായത് ഈ കൊല്ലപ്പെട്ട സ്ത്രീ ആശുപത്രിയിൽ എത്തിയ ഉടനെ തന്നെ ആശുപത്രി ജീവനക്കാർ നേരിട്ട് അസ്വാഭാവിക മരണമായതിനാൽ ആശുപത്രി ജീവനക്കാർ എലത്തൂർ പോലീസിനെ, ബന്ധപ്പെട്ട പോലീസിനെ വിവരം അറിയിക്കുകയായിരുന്നു. ഉടൻ തന്നെ എലത്തൂർ പോലീസ് ഈ വൈശാഖൻ വരുന്ന മുമ്പേ തന്നെ ഈ കടയിലെത്തുകയും സംഭവ സ്ഥലത്ത് എത്തുകയും ഈ സംഭവം ക്രൈം നടന്ന സ്ഥലം സീസ് ചെയ്യുകയും ചെയ്തായിരുന്നു. ഇവിടെയാണ് പിന്നീട് വൈശാഖൻ ഇങ്ങോട്ട് വരാനും സാധിച്ചില്ല. പിന്നീടാണ് ഈ മരണത്തിൽ പൊരുത്തക്കേടുകൾ തോന്നിയതിനെ തുടർന്ന് എലത്തൂർ പോലീസ് ഈ കേസ് വിശദമായി അന്വേഷിക്കുകയും ഈ CCTV ദൃശ്യം ശേഖരിക്കുകയും ചെയ്തത്. ഈ CCTV ദൃശ്യങ്ങളിലാണ് മനു വളരെ നടുക്കുന്ന കാഴ്ച കണ്ടത്. അതുമാത്രമല്ല, ആ CCTV ദൃശ്യങ്ങളിൽ ഇവർ സംസാരിക്കുന്ന സംഭാഷണങ്ങളും റെക്കോർഡായിട്ടുണ്ട്. ഇവർ സംസാരിക്കുന്ന ഇയാൾ ഈ യുവതിയോട് കെട്ടിത്തൂങ്ങാൻ മരിക്കാൻ പറയുന്ന അടക്കമുള്ള സംഭാഷണങ്ങൾ ഈ CCTV ദൃശ്യങ്ങളിൽ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. മറ്റൊരു കാര്യം, ഇതിൻ്റെ ഭയാനകമായ മറ്റൊരു വെർഷൻ എന്തെന്ന് പറഞ്ഞാൽ ഇയാൾ ഒരു സെക്ഷൽ പെർവേർട്ടാണ് എന്നതാണ്. അതായത് ഈ കെട്ടിത്തൂങ്ങിയ സ്ത്രീ ആ മൃതദേഹവുമായി ഇയാൾ ലൈംഗിക ബന്ധം ചെയ്തു എന്നാണ് പോലീസ് പറഞ്ഞത്. ഈ ദൃശ്യങ്ങൾ കണ്ടുടനെ അന്വേഷിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥർ ശരിക്കും തരിച്ച് ഞെട്ടിപ്പോയി എന്നാണ്. അത് കണ്ടു തീർക്കാൻ പറ്റാത്ത അത്രയും പൈശാചികമായ കൃത്യമാണ് ഇയാൾ നടത്തിയത്. അതായത് മരിച്ച ഉടനെ തന്നെ ഇയാൾ ആ മൃതദേഹവുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു. ഇതിനുശേഷമൊക്കെയാണ് പിന്നീട് ഭാര്യയെ വിളിച്ചു വരുത്തുന്നതും ഇങ്ങോട്ടേക്ക് പോലീസ് ഈ യുവതിയെ
യുവതിയെ ആശുപത്രിയിലേക്ക് എത്തിക്കുന്നതും 10 വർഷം മുമ്പാണ്. അതായത് ഈ സംഭവത്തിൽ പോലീസ് പോക്സോ വകുപ്പ് കൂടി ചുമത്തിയിട്ടുണ്ട്. അതായത് 10 വർഷം മുമ്പാണ് ഇയാളുടെ വിവാഹം കഴിയുന്നത്. അന്ന് ഈ യുവതിയെ കെണിയിലാക്കി പ്രണയം നടിച്ച് കെണിയിലാക്കുകയായിരുന്നു. അന്ന് ഈ യുവതിക്ക് 16 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ. സ്വാഭാവികം പോലീസ് പോക്സോ കേസും ഇതിൽ ചുമത്തിയിട്ടുണ്ട്. വിശദമായി അന്വേഷിച്ചപ്പോൾ ഈ യുവതിയുടെ ഡയറി ഈ വീട്ടിൽ നിന്ന് കണ്ടെത്തുകയുണ്ടായി. ഡയറി ചെയ്യുന്ന ശീലം ഉണ്ടായിരുന്നു. ആ ഡയറിയിൽ എല്ലാ ചരിത്രവും ഈ യുവതി എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ഈ തൻ്റെ ഭാര്യയുടെ ഭർത്താവായ പ്രതി തന്നെ കൊല്ലും, തനിക്ക് ജീവഹാനി വരാനുള്ള സാധ്യതയുണ്ട് എന്നടക്കമുള്ള കാര്യങ്ങൾ ഈ ഡയറിയിൽ ഡേ 1, അതായത് ആ യുവതി നേരിട്ട എല്ലാ കാര്യങ്ങളും ഈ ഡയറിയിൽ വിശദമായി എഴുതിയിട്ടുണ്ട്. ഇതും പ്രതിക്ക് എതിരായി മാറി. ഏതായാലും ഇത് ഫെബ്രുവരി 2 വരെ ഇയാൾ പോലീസ് കസ്റ്റഡിയിലാണ്. വിശദമായി തന്നെ അന്വേഷിക്കാനാണ്. ഇന്ന് ഇതുമായി ബന്ധപ്പെട്ട് തെളിവെടുപ്പ് ഉണ്ടാവും. ഇയാൾ ഈ ഉറക്ക ഗുളിക വാങ്ങിയ സ്ഥാപനം, കട, അതുപോലെ തന്നെ ജ്യൂസ് എവിടുന്ന് വാങ്ങി തുടങ്ങി ഈ സംഭവം നടന്ന സ്ഥലം തുടങ്ങി ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ട എല്ലാ സ്ഥലങ്ങളിലേക്കും പോലീസ് തെളിവെടുപ്പ് നടത്താനാണ്. രാവിലെ 10 മണിയോട് തന്നെ തെളിവെടുപ്പ് ആരംഭിക്കുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. മനു. ശരി, താങ്ക് യു ചേതൻ. ചേതനാണ് ഈ വിവരങ്ങൾ നമുക്ക് നൽകിയത്. നോക്കൂ, അതിക്രൂരനായ ഒരു കൊലപാതകിയുടെ, ഒരു ക്രിമിനലിന്റെ കൊടും ക്രൂരതയുടെ കഥകളാണ് കൊലപാതകത്തിൽ നമ്മുടെ മുൻപിലേക്ക് എത്തുന്നത്. വിവരങ്ങളാണ് ചേതൻ നമുക്ക് നൽകിയത്. ഏതായാലും CCTV പണി പറ്റിക്കുമെന്ന് അയാൾ പ്രതീക്ഷിച്ചിരുന്നില്ല. അവിടെയാണ് അബദ്ധം പറ്റിയത്. ഒപ്പം തന്നെ അയാളുടെ അതിബുദ്ധിയും അയാൾക്ക് വിനയായിരിക്കുന്നു. ഏതായാലും ഇനി ജയിലിൽ കിടക്കാം. ജീവിതകാലം മുഴുവൻ ജയിലിൽ കിടക്കേണ്ട ഒരു പ്രതിയാണ് അയാൾ. കാരണം അത്രമാത്രം ക്രൂരതയാണ് അയാൾ കാണിച്ചിരിക്കുന്നത്. മൃതദേഹത്തെ പോലും വെറുതെ വിട്ടില്ല എന്നത് അയാളുടെ മാനസികാവസ്ഥ എന്താണെന്ന് നമ്മളോട് പറഞ്ഞു വെക്കുന്നുണ്ട്.